രസം ഇവിടെ കാണാനെന്നോ. എനിക്കത് കണ്ടിട്ടും മതിയാവുന്നില്ല. കണ്ടോ, നല്ല ഈ മനോരമയുടെയൊക്കെ ഈ കലണ്ടറിൽ ഈ പടങ്ങളുള്ള കലണ്ടർ ഉണ്ടല്ലോ, അതിൽ ഇങ്ങനത്തെ റോഡും അങ്ങനെ അനന്തതയിലോട്ട് കിടക്കുന്ന ഒരു റോഡും അതിൻ്റെ സൈഡിലൊരു വീടും നല്ല ഭംഗിയിൽ ഇങ്ങനെ പാറ കിടക്കുന്നതൊക്കെ നമ്മളിങ്ങനെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാ രസമാണെന്ന് നോക്കിയേ. പക്ഷെ ആനയൊക്കെ ഇറങ്ങി നമ്മൾ പോയപ്പോൾ തന്നെ ഒരു പറഞ്ഞു 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പോരണം എന്നൊക്കെ പറഞ്ഞു. 5 മണിക്ക് മുന്നേ തിരിച്ചിറങ്ങി പോകണം. ഇന്ന് പക്ഷെ അങ്ങനെ വഴിയിലൊന്നും ആളില്ല. വണ്ടിയുണ്ട്, ഒന്നും ഒറ്റ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതേ പോയി നോക്കാം. റീലെടുത്ത സ്ഥലമില്ലേ, നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത ഒരു സ്ഥലമുണ്ടല്ലോ, ഇതിപ്പം കാടിന്റെ നടുക്കോട്ടാണ് നമ്മൾ പോകുന്നത്. ആനയൊക്കെ ഇറങ്ങുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ വലിയ കാടാണ്. ആനയ്ക്കൊക്കെ മൃഗങ്ങൾക്ക് താമസിക്കേണ്ട കാട്ടിനകത്ത് വന്ന് നമ്മൾ വീടും വെച്ചിട്ട് മൃഗങ്ങളെ വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമൊന്നും. ശരിക്കും 5 മണിക്ക് ഇവിടുന്ന് തിരിച്ചു പോകണമെന്നൊക്കെ പറയും. ഇഞ്ചത്തൊട്ടി ആ പാലത്തിലൊക്കെ കയറുമ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പം നമ്മളെപ്പോഴും ഇച്ചിരി താമസിച്ച് വരുന്നതാണ് നല്ലത്. പക്ഷെ അന്ന് ഞാൻ കുറേ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു. നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പാറ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഇന്ന് കാണുന്നില്ല. ആ സ്ഥലമൊക്കെ അവിടെ പോയി. ഇനി അതോ കുറേ ദൂരം ഉണ്ടോയെന്ന് ആർക്കറിയാം. ഒരു ഭംഗിയുള്ളൊരു മറ്റേ പഴയ സിനിമയിലൊക്കെ കാണുന്ന കൂടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു കവല പോലെ വന്നിട്ട് വീടും ഒക്കെ ആയിട്ട്. ഞാൻ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ജെയ്സനോട് ഞാനത് പറഞ്ഞ് ജെയ്സനെ കൊണ്ട് അവിടെ വീഡിയോ ഒക്കെ എടുപ്പിച്ചായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ ഈ ഫെൻസിങ് എന്ന് പറയുന്ന സാധനം ഇത്രയും ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പം അതിനപ്പുറത്തോട്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. ഫെൻസിങ് കറണ്ട് കാണുമോ പകല്? ഇത് ജെയ്സ ഈ വഴി അന്ന് ജെയ്സൺ പോയി നടന്നു നോക്കില്ല. ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടുന്ന് ഇവിടെ അല്ലേടാ നീ വണ്ടി ഓടിച്ചിട്ട് വീഡിയോ എടുത്തത്? ഇതല്ലേ SNDPയുടെ ആണെന്ന് തോന്നുന്നു. ഒരു പോസ്റ്റും ഒരു കൊടിമരം ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലം. അന്ന് ഇതിലും ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പൊലിക്കാതെ ഓടിക്കാം. അതിനാ സ്റ്റിക്കേല് വെച്ചിട്ട് എടുത്തോ നീ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്റെ കൈ വറക്കത്തില്ല. കൈ വറക്കുന്നുണ്ട്. 2 എണ്ണം അടിച്ചാൽ മതി. കൈ വിറപ്പിട്ട് മേടിച്ചതാ. ഹായ്, നമസ്കാരമുണ്ട്. നമ്മളുണ്ടല്ലോ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ മുകളിലാണേ. ഇന്നിപ്പം ജോജിക്കൊക്കെ സ്കൂൾ അവധിയായതുകൊണ്ട് നമ്മൾ വെറുതെ കറങ്ങാൻ ഇറങ്ങിയത് ഞാൻ വനത്തിൽ കൂടെയൊക്കെ ഇച്ചിരി നേരം വണ്ടി ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ, എനിക്കിത് കുലുങ്ങുമ്പോൾ ഭയങ്കര പേടി. ഇന്നാൾ വന്നപ്പോഴും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു.
തിരിച്ചു വന്നപ്പോഴത്തേനും പേടിയൊക്കെ കുറഞ്ഞു. പക്ഷേ സത്യം പറയാലോ, ഇതെങ്ങാനും പൊട്ടിയ, ഞാൻ അവിടെ നിന്ന് തമാശക്ക് പറഞ്ഞുകൊണ്ടിരുന്നേ, ഇതെങ്ങാനും പൊട്ടിയ ഞാൻ ഈ വലിയ തൂങ്ങിയാണേലും കിടക്കൂന്നൊക്കെ പറഞ്ഞു. പക്ഷേ തൂങ്ങിക്കിടപ്പൊന്നും നടക്കുന്ന ലക്ഷണമൊന്നും ഇല്ല. ഇവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. മറ്റേ എന്നാ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടോ, എന്തുവാടാ ഇത്, സ്കൂളിൽ നിന്നേ പിള്ളേരെ ടൂർ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ബോട്ട് മറിഞ്ഞിട്ട് കുറേ പിള്ളേർ മരിക്കുകയൊക്കെ ചെയ്തില്ലേ, അത് ഇവിടെയാണെന്നാണ് പറഞ്ഞത്. എടോ ഇത് ജോജി പറഞ്ഞോണ്ടോടാ, ഇതൊക്കെ കണ്ടോ പൊട്ടിയിരിക്കുവാണെന്ന് ജോജി പറഞ്ഞ കേട്ടോ. ഈ നടുക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ വർത്താനം പറയുന്നത് മനുഷ്യൻ. അതിപ്പോ തുത്തുകുണിക്ക് പക്ഷിയുടെ വിചാരേ അതിന്റെ വാലാടുമ്പോഴാണ് ലോകം കറങ്ങുന്ന ആടുന്നതെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയാണോ? അല്ലല്ലോ. പക്ഷെ ഇതുണ്ടല്ലോ, ആ സ്ഥലം കണ്ടോ, ആ ഒരു കരിഞ്ഞിട്ട് നിൽക്കുന്ന സ്ഥലവും ബാക്കി പച്ചപ്പിൽ നിൽക്കുന്ന അത്രയും ഭാഗം ഇപ്രാവശ്യം വെള്ളം കയറിയതാണ്. എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര മഴയുണ്ടായിരുന്നില്ല, ആ സമയത്ത് അവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട്. അതാ അവിടെ പുല്ല് കരിഞ്ഞ് കിടക്കുന്നത്. ഇത് ശരിക്കും ഉണ്ടല്ലോ, കോതമംഗലം സൈഡിൽ നിന്നൊക്കെ വരുമ്പം മറ്റേ തട്ടേക്കാട് പക്ഷി സങ്കേതമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്ന വഴിക്ക് വരാം. അവിടെയാണ് എളുപ്പമുണ്ട്, കിലോമീറ്ററുകൾ കുറവുണ്ട് നമുക്ക്. ഇതിപ്പോൾ നമ്മൾ വന്നത് മൂന്നാർ റൂട്ടിൽ നിന്നാണ് കയറി. നമ്മളിങ്ങോട്ട് കയറിയപ്പോഴേ അങ്ങോട്ടൊരു മദാമ്മ അവരുടെ ഗൈഡിനെയൊക്കെ ആയിരുന്നു പോകുന്നത്. മദാമ്മ ജെയ്സിൻ്റെ നോട്ടം ഇട്ടിട്ട് തോന്നുന്നു. ഗൈഡിനോട് എന്തൊക്കെയോ ജെയ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം ഗൈഡ് ഒന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ കാണിച്ചു. എന്തോ ഇവനെ പറ്റി ചോദിച്ചു. ഈ മനുഷ്യർക്കൊന്നും പേടിയില്ലെന്ന് ഞാൻ വിചാരിക്കും. ഇത് ഭയങ്കരമായിട്ട് കിടന്ന ആടും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കളക്ടറിന്റെ ഓർഡർ, 40 പേര് കൂടുതൽ അറ്റ് എ ടൈം കയറാൻ പാടില്ല എന്ന്. പക്ഷേ 40 പേര് കൂടുതലൊക്കെ ഉണ്ടെന്ന് തോന്നിയതേല് ഇത് ഭയങ്കരമായിട്ട് കിടന്ന് ആടുന്നുണ്ട്. അപ്പൊ ആ സൈഡിൽ നിന്ന് 40 പേര് കയറും, ഈ സൈഡിൽ നിന്ന് 40 പേര് കയറും. ഇതിപ്പോൾ ഇതിലുണ്ടല്ലോ ഒരുപാട് പേരാണ്, ഭയങ്കരമായിട്ട് കുലുങ്ങും. ഞാൻ എന്നായാലും 2 സൈഡിലും പിടിച്ചിട്ടുണ്ട്. പൊട്ടിയാലും ഒരു കമ്പിയാലും തൂങ്ങി കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളൊക്കെ വിട്ടും പൊളിഞ്ഞും ഒക്കെ നിൽക്കുന്നേ. എന്ത് വിശ്വസിച്ചിട്ട് ഇതിലൊക്കെ കയറുന്നു എന്നറിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും 40 പേര്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 40 പേര്. 2 സൈഡിൽ നിന്ന് 40 പേര് വീതം കയറും. 80 പേരുണ്ട്. പൊട്ടിപ്പോയാൽ അവിടെ കിടക്കും. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല. ഭയങ്കര വെയിലാട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഇത് രാത്രി വരെ വെയിലായിരിക്കും. കാരണം എന്നാ വെച്ചാൽ അതുപോലെ ഒരു മരമൊന്നും ഇല്ലാത്തടത്ത് നിൽക്കുമല്ലേ. എടാ ഇത് കണ്ടോ, ആ സൈഡും വഴിയുള്ള തിട്ടയൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല രസമുണ്ട് ആ തിട്ട കാണാൻ. പക്ഷേ ചതുപ്പായിരിക്കും, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. എടാ ഇവന് ബോട്ടേ കയറണമെന്ന്, നീ ഇവനും കൂടെ ഇല്ലേ? അതന്നെ, കഴിഞ്ഞ വർഷം നമ്മൾ വരുമ്പോൾ ഇതിനടിയിൽ കൂടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ. ഈ വർഷം അതൊന്നും ഇല്ല. തന്നെയല്ല 1-2 ആഴ്ച നിർത്താതെ മഴ പെയ്തിട്ട് ഒന്ന് തുറന്നാണ്. എന്നിട്ട് ഇതിപ്പം നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ അടുത്ത് എന്നും തോന്നുന്നു. ഈ വഴി കൂടി ഇങ്ങോട്ട് നടന്നപ്പോൾ ആണെന്ന് തോന്നുന്നു അന്ന് നമ്മൾ പക്ഷിയെ കാണാൻ പോയ. അന്ന് ഇതിലേ ഉണ്ടോ, ഇതിലേ അതിനടിയിൽ കൂടെ അങ്ങോട്ടായിരുന്നു കയാക്കിങ് ഉണ്ടായിരുന്നത്. അതൊന്നും ഇല്ല, അവിടെ എല്ലാം വെള്ളം എല്ലാം താന്നു പോയി. ഒരാഴ്ച വെയിൽ കളഞ്ഞപ്പം വെള്ളം തീരെ പറ്റി. ഇത് ശരിക്കും മറ്റേ എന്തുവാടാ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ അതിലുള്ള റോഡാണെന്ന് തോന്നുന്നത്. നമ്മുടെ മൂക്കെ പിടിക്കാൻ പോകുന്നവരെ പോയി അതിലെ വളഞ്ഞു വന്നത്. ശരിക്കും നമ്മൾ അന്ന് വരുമ്പം ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ കയാക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഉണങ്ങി കിടക്കുന്നതിൻ്റെ എനിക്ക് ഭയങ്കര അത്ഭുതം. ഇത്രയും ഒരാഴ്ച വെയിൽ കളിഞ്ഞാൽ വെള്ളം ഇത്രയും പറ്റുമോ? ഇത് വനത്തിനകമാണ് കേട്ടോ ഈ റോഡ്. ഗവൺമെൻറ്റിൻ്റെ പോടാ അവിടുന്ന്. ഈ റോഡ് മറ്റേ പൂതത്താങ്കെട്ട് പോകുന്ന ആ റോഡുണ്ടല്ലോ, തട്ടേക്കാട് പക്ഷി സങ്കേതം, ആ റോഡാണ് ഇത്. അവിടുന്ന് വരുന്നവർക്ക് ഇതിലേ വരുവാണ് എളുപ്പം. അപ്പം കുറച്ചും കൂടി ഇങ്ങോട്ട് വരാനുള്ള ദൂരം കുറവ് ഈ റോഡാണ്. കാരണം മൂന്നാർ റോഡെന്ന് പറയുന്നത് കുറേ ദൂരം പോയിട്ടാണ് ഇങ്ങ് വരുന്നത്. അപ്പം ഇവിടെ ഈ അക്കരെ സൈഡിൽ, ഈ പാലത്തിൻ്റെ അക്കരെ സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതലും ഇവിടെ കൊണ്ടുവന്ന് സാധനം ഇറക്കി ഈ പാലത്തിൻ്റെ ചുവട്ടിൽ ഇറക്കിയിട്ട് അങ്ങോട്ട് ചുമന്ന് കൊണ്ടുപോവുക പതിവ്. ഇന്നിപ്പം നിറയെ പാലത്തിലൊക്കെ ആളാണ്. നിറച്ച ആളെന്ന് പറഞ്ഞാൽ
ഒരുപാട് പേര് ഈ സൈഡിലാണ് വണ്ടി മുഴുവൻ കിടക്കുന്നത്. ഞങ്ങള് ഈ വളഞ്ഞു ചുറ്റി പോയതുകൊണ്ട്, ഞാൻ കാട്ടിക്കൂടെ വരുന്ന വഴി ഉദ്ദേശിച്ച് പോയതുകൊണ്ട് അവിടെ ആളില്ല വണ്ടി നിർത്തിയപ്പോൾ. അപ്പോൾ ജെയ്സ പറയുകയും ചെയ്തു ആളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ റോഡ് മുഴുവൻ വണ്ടിയാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും റോഡ് മുഴുവൻ വണ്ടി. എല്ലാവരും അവിടെ നിന്നാന്ന് തോന്നുന്നല്ലേ വരുന്ന ആ റൂട്ട്, തട്ടേക്കാട് വരുന്ന വഴി അതാണ് അവിടുന്ന്. അത് ജോജി മാപ്പിട്ടപ്പോഴേ ഞാൻ പറഞ്ഞ നോക്കണമെന്ന്. പിന്നെ ഞാൻ വന്ന ഓർമ്മയ്ക്കാ ഞാൻ വന്നത്. കാരണം നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് അതല്ലടാ, നേര്യമംഗലം പാലം കഴിഞ്ഞിട്ടുള്ള വഴിയാ തിരിയുന്നതെന്ന് എനിക്കറിയാം. ആ വഴി എനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന കാർഡല്ല കാടാ എനിക്കറിയത്തില്ല. കാടോ? കാട് അച്ഛനച്ചാറ് അത് കണ്ടില്ലേ, കോതമംഗലം, പെരുമ്പാവൂർ, കുറുപ്പമ്പടി ബസ്സൊക്കെ വരുന്നുണ്ടോ? പെരുമ്പാവൂർ പോകുന്ന ഇതുവഴിയാണെന്ന് തോന്നുന്നു കേട്ടോ, കോട്ടപ്പടി വഴി അല്ലേ? നോക്ക്, കോതമംഗലം പെരുമ്പാവൂരെന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇത് പിന്നെ എവിടെയായാലും പെരുമ്പാവൂർ എത്തൂലേ? നീ ജെയ്സനെ നോക്കി മദാമ ഇവിടെ എത്തിയിട്ടുണ്ട്. റോഡ് അത് കണ്ടിട്ട് അങ്ങോട്ട് പോയതാ. അത് അവിടെ പോയി നാരങ്ങാവെള്ളം കുടിക്കാൻ, അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് നാരങ്ങാവെള്ളം ഒക്കെ കുടിച്ചിട്ട് വരുക. ഇവിടുന്ന് അങ്ങ് വരെ വണ്ടി കിടക്കുക. ഇന്നിപ്പോ അവധി ദിവസമല്ലേ, നമുക്ക് ഈ കടയിൽ എന്നാ കിട്ടും നോക്കിയാലോ, ഓരോ സ്നാക്സ് മേടിച്ചാലോ? വേണ്ട, എന്നാ ഉള്ളേന്ന് നോക്കാം. വലിയ ആളില്ല. എനിക്ക് ഈ സൈഡിൽ ഇരിക്കുന്ന കേക്ക് ഇഷ്ടപ്പെട്ടു. നാടൻ കേക്കാണെന്ന് തോന്നുന്നു. വെട്ട് കേക്കോ വടിയോ, പണ്ടത്തെ വടിമുട്ടായി ഒക്കെ ഉണ്ട്. ഈ കേക്ക് ഒന്നും എല്ലാം ഓരോന്നും തന്നേര്. ഈ അരിയുണ്ട വേണ്ട, ബാക്കി ഇത് വേണോ? പേപ്പർ ഉണ്ടോ? ഒരു പേപ്പർ ഇപ്പൊ ഉള്ളതല്ലേ? ഞങ്ങൾ സ്കൂളിൽ പോകുമ്പം ഇപ്പൊ കിട്ടുന്ന കേക്ക് ഇങ്ങനത്തെ ആണല്ലേ? ഐസ്ക്രീം മേടിച്ച് കഴിച്ചില്ല, സുഖമായിട്ട് ചായ കുടിച്ചിട്ട് പോകായിരുന്നു. ഐസ്ക്രീം മേടിച്ചു, അന്നേരം പിന്നെ ആ പുറകെ ചായ കുടിക്കണം. ചായക്കട ഒരെണ്ണം പോലും കണ്ടില്ല. ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് ആ ബജ്ജിയുള്ള കട. ഇവിടെ അടുത്താണോ വീട്? ഈ വഴിയേ നമ്മളെ ഭൂതത്താങ്കെട്ടിന്റെ അവിടെ നിന്ന് വരുന്ന, തട്ടേക്കാട് നിന്ന് വരുന്ന, പക്ഷി സങ്കേതത്തിന്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണോ? ആ പാലത്തെങ്കിലോട്ട് പോകുന്ന ആ വഴിയാ തട്ടേക്കാട്. അവിടുന്നാ വരുന്നത്. അല്ല, ഞങ്ങള് തട്ടേക്കാട് പോയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും ഷോർട്ടില് പെട്ടെന്ന് വരാന്ന് അറിയില്ല. ഞങ്ങള് പാലം കഴിഞ്ഞിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഒരു ചെറിയ വഴിയുണ്ടല്ലോ, അതുവഴി വന്നു. നേരത്തെ വരുമ്പോ അവിടെ ഫെൻസിങ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഫെൻസിങ് ഒക്കെ. ആൾക്കാർ അതിനിടയ്ക്കൂടെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പണ്ട് വെള്ളം കയറി കിടന്ന സ്ഥലമാണ്, അവിടെയൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷെ നമ്മള് എന്തോ കൊച്ചിന് മസാല ബിസ്ക്കറ്റ് എടുത്തോടാ. എനിക്ക് മസാല ബിസ്ക്കറ്റ് മേടിച്ചപ്പോഴേ അറിയായിരുന്നു. നിനക്ക് 3 വാങ്ങിച്ചൂടായിരുന്നോ? മസാല ബിസ്ക്കറ്റ് അവൻ കൊണ്ടുപോകുന്ന എനിക്കറിയായിരുന്നു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പാലത്തിന്റെ അറ്റം വരെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പുറത്തെ സൈഡില് നാരങ്ങ വെള്ളം, അങ്ങനത്തെ കൂൾ ഡ്രിങ്ക്സും. ഞാൻ മിണ്ടാതിരിക്കാനാ,
അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. ഒരു കടയുള്ളൂ അവിടെ ഉണ്ടോ. ഇവിടുന്ന് പക്ഷേ കൂടുതലും ആൾക്കാർ ഈ വഴിക്കിടെ വരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. ഇവിടെ കുറേ കടകളുണ്ട്. ഐസ്ക്രീമിൻ്റെ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കടകളുണ്ട് ഇവിടെ. ചായയും കിട്ടും, ഐസ്ക്രീം കിട്ടും, സംഭാരം കിട്ടും, എന്ത് വേണേലും കിട്ടും. വേണം. ഇതിപ്പോൾ മേടിച്ചു കൊടുത്താൽ എനിക്ക് ഭാര്യയായി. ഞാൻ തന്നെ തിന്നേണ്ട അവസ്ഥ. ആണ്ട് തിരിച്ചു കൊണ്ട് തന്നേക്കുന്നു. മസാല ബിസ്ക്കറ്റിന് അടിയാണ്. ജെയ്സനും മസാല ബിസ്ക്കറ്റ്, ജോജിക്കും മസാല. എല്ലാം എടുത്തോണ്ട് പോവാ. ഞാൻ വേറെ വാങ്ങിത്തരാം. അവിടെ നിന്നല്ല ഈ വരുന്ന കട. ഇനിയും കടകളുണ്ട്. നമ്മളിപ്പോൾ ഒരിടത്തുനിന്ന് തന്നെ വാങ്ങിച്ചാൽ അവരെന്നാ വിചാരിക്കും. സൈഡിൽ കൂടെ പോയി അതിൻ്റെ താഴോട്ട് പോയി ഞാൻ പിന്നെ ഏത്തക്കാപ്പം നല്ല മുരിഞ്ഞ ഏത്തക്കാപ്പം എടുക്കണം. കേൾക്കുന്നുണ്ടോ? മൊരിഞ്ഞ ഒച്ച കേൾക്കുന്നുണ്ടോ? നല്ല മൊരിഞ്ഞ ഏത്തക്കാപ്പം. ഇതിൻ്റെ മാവെന്നാണ് നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന മാവല്ലെന്ന് തോന്നുന്നു. നീ കഴിച്ചു നോക്കിയോ? ഓക്കെ, കഴിച്ചു നോക്കിയോ? നല്ല കരിക്കരിക്കരാന്നിരിക്കും. എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ്. പഴംപൊരി മുളക് മുക്കി കഴിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വിചാരിച്ചുകൊണ്ടിറങ്ങിയ പഴംപൊരി തന്നെ കിട്ടി. ഞാൻ 2 പഴംപൊരി കൂടെ മേടിച്ചാൽ കുഴപ്പമുണ്ടോ? ഭയങ്കര രസമുണ്ട്. കാപ്പിയുടെ നല്ല ചായ. ജോജി ഏത്തക്കാപ്പം കഴിച്ചു നോക്കിയായിരുന്നോ? ഏത്തക്കാപ്പവും മുളകും കൂടെ മുക്കി കഴിച്ചല്ലോ. ഏതാ പൂത്തങ്കെട്ടുന്ന് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വരുമ്പം പാലത്തിൻ്റെ അടുത്തായിട്ടൊരു നല്ലൊരു അമ്മച്ചി അപ്പച്ചനെ നടത്തുന്ന കടയാണ്. നല്ല പഴംപൊരി മുളക് ബജി ഞാൻ കഴിച്ചു നോക്കിയില്ല, കിട്ടിയില്ല. 2ാമത്തെ സെറ്റ് ഓർഡർ ചെയ്തു. അതും കിട്ടത്തില്ല. മുളക് ബജി ഒരു പഴംപൊരി കൊടുത്തു. അല്ല, പഴംപൊരി മതി. ഒരു എടുത്തു ഒരു സെറ്റ് അമ്മച്ചി തന്നായിരുന്നല്ലോ ആദ്യമേ. ഏത്തക്കാപ്പത്തിന്റെ മാവിന്റെ ഇത് ചോദിച്ചാൽ പറഞ്ഞു തരുമോന്നറിയില്ല. പറഞ്ഞു തരൂടാ? അമ്മച്ചി ഉണ്ട്, സോപ്പിട്ട് ചോദിക്കാം. ഇത്രയും കരിമരാന്നിരിക്കുന്ന പഴംപൊരി മറ്റേ മൃണാള് കഴിക്കുന്നത്. ഇവിടെ കുഞ്ഞു മീൻ കിടക്കുന്നതാണേ വാടാ. ഇവിടെ മീനെ പിടിച്ചിട്ടേ കുഞ്ഞി മറ്റേ നമ്മുടെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സൈസ് കളർ മീനിന്റെ വലിപ്പമുള്ള മീന് നോക്കിയാൽ എന്തേരാ കിടക്കുന്നേന്ന്. ഇതുണ്ടോ മീൻ കിടക്കുന്നേ? ചിലപ്പോൾ രാത്രിയിലൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞി പരൽമീനെ കിട്ടിയതിനെ കളഞ്ഞേക്കുന്നതായിരിക്കും. ഇത് കണ്ടോ? പരലെല്ലാം തോന്നി, മറ്റേ വാലയിലൊരു കണ്ണൊക്കെ ഉണ്ട്, കണ്ടാ?
എടാ ഇതിലിപ്പോ 40 പേര് കൂടുതൽ ഈ പാലത്തിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിലിപ്പോ 40 പേര് കൂടുതലുണ്ട്. അവര് കുറെ പേര് ഇറങ്ങാതെ നമ്മൾ എങ്ങനെ അതേ കേറും? എനിക്കത് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടം വരെ വന്നപ്പോഴത്തേനും സമാധാനിച്ച് തീർന്നല്ലോ എന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ടൂടെ പോണ്ടേ? നോക്കി നിൽക്കത്തുള്ളൂ. നീന്തി കിടക്കണ്ടേ? ഈ പുഴ എന്റെ വല്യമ്മയാന്ന് പറഞ്ഞ് ചാടിച്ചു. ഈ പുഴ എന്റെ അമ്മയാ വല്യമ്മയെന്നൊക്കെ പറഞ്ഞ് ചാടിച്ചു. വല്യമ്മയാന്നും പറഞ്ഞ് ചാടിയാ എവിടെ? വല്യമ്മ കിടക്കുന്നിടത്ത് വന്നാൽ പോലും ഇത് നിൽക്കും തോന്നുന്നില്ല. ഇതങ്ങ് കിടക്കുകയാണ് വീതി, നല്ല വീതിയില്. ഞങ്ങളെ മൂവാറ്റുപുഴ ചൂണ്ടയിട്ട് പിടിക്കാം. നിങ്ങൾ ഇവിടുന്ന് വണ്ടി ഓടിച്ചു വരുമ്പോഴത്തേനും ഞാനങ്ങ് അറബിക്കടലിൽ ചെല്ലും. എന്തിന്? അവിടുത്തെ കടലും ഇവിടുത്തെ കടലും വേറെ ആയിരിക്കും. ഞാൻ മുല്ലപ്പെരിയാർ പെട്ടി അതിലേ വരുന്ന കാര്യം പറഞ്ഞപ്പം പപ്പ അറിയുന്ന കേട്ടു അവിടുത്തെ കടലിലൊന്നും വരത്തില്ലെന്ന്. അതും ഇനി അറിയത്തില്ല. ഇതിനെയൊക്കെ കണ്ട് ഇതിലേക്ക് ഇനി ഇങ്ങോട്ടും വരുമോന്ന് ഓർത്ത് പേടിച്ചിട്ടാണോ പറഞ്ഞത്? നല്ല ഫീലാട്ടോ. ഇനി മറ്റേ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയും കൂടെ പോകണം. നമ്മൾ ഇത് കയറി അപ്പുറത്തിറങ്ങി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെന്ന് വെള്ളച്ചാട്ടവും കൂടെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകും. അതിനിടയ്ക്ക് കുറച്ച് നല്ല സ്ഥലമുണ്ട്, കാണാൻ നല്ല രസമാണ്. അവിടെ ഇറങ്ങി അതും കൂടെ കാണിക്കാം കേട്ടോ. ഈ പാലത്തിൽ കൂടെ പോകുന്നവരൊക്കെ നോക്കുന്നത് എല്ലാവരും പേടിച്ചൊക്കെയാണ് പോകുന്നത് കേട്ടോ. പക്ഷെ പ്രായമായവർക്ക് പേടിയില്ല. എനിക്ക് പക്ഷെ പേടിയുണ്ട്. എനിക്ക് പ്രായമായില്ലാത്തതാണ്. ജോജി എന്തിയടാ? പോയാ? ഇത് ഇപ്പം ആള് കുറവാ. ഇപ്പം കയറി നമുക്ക് അപ്പുറം ഇറങ്ങാം. എൻ്റെ പ്രൊഡക്ഷൻ മാനേജർ നിൽക്കുന്നുണ്ടോ? ബാഗും പ്രൊഡക്ഷൻ മാനേജറുടെ വയറ് ഫുള്ളാക്കി നിർത്തിയേക്കുവാണ്. നീ എവിടെ ചെല്ലുമ്പം തീരുന്നോ അന്നേരം ഞങ്ങൾ പിന്നെ അടുത്ത ഫുഡ് എന്ന് പറയും. അപ്പം പിന്നെ ഞാൻ കൊടുക്കും. ഓ ഇപ്പം ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഒരു പൊതി അപ്പുറത്തെ കടയിൽ നിന്ന് ഇപ്പുറത്തെ ഐസ്ക്രീം പിന്നെ എന്നതാ ഈശ്വരാ 2 സെറ്റ് മുട്ട ബജിക്കകത്തുനിന്ന് ഒരു മുട്ട ബജി എനിക്ക് കിട്ടി. 6 മുട്ട ബജിക്കകത്ത് പിന്നെ 3 കള്ളം പറയാം. ഈ ഒരു വലിയ ഇത് കണ്ടോടാ, സ്റ്റേജ് പോലത്തെ ഈ സ്ലാബ് കണ്ടോ? ഇതെന്നാന്നറിയോ? ആ പാലത്തിന്റെ വള്ളി ഇങ്ങോട്ടാണ് വലിച്ചു കെട്ടിയേക്കുന്നത്. ആ പാലത്തിന്റെ ഇത് കണ്ടില്ലേ, വടം പോലത്തെ വലിയ കയറ് വലിച്ചു കെട്ടിയേക്കുന്നത്. അങ്ങനെ നമ്മള് ഇഞ്ചത്തൊട്ടി പാലത്തേല് കയറിയിട്ടിറങ്ങി. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, അതിന്റെ ക്ഷീണമുണ്ട്. പിന്നെ എന്നാ നിറയെ ആളെന്ന് പറഞ്ഞാല് മറ്റേ ഭൂതത്താങ്കെട്ടിലും പക്ഷി സങ്കേതത്തിലും ഒക്കെ പോയിട്ട് വന്ന ആൾക്കാർ അത് കഴിഞ്ഞിട്ട് കാണാൻ വന്നിരിക്കുന്നതാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം, ചീയപ്പാറ ചെല്ലുമ്പോൾ അറിയാം വണ്ടി ഇടാനെങ്കിലും ഇടയുണ്ടോന്ന്. ചെറുക്കനെ കൊണ്ട് ഇവനെ ഇനി കൊണ്ടുവരണ്ട കേട്ടോ. സാമ്പത്തിക നഷ്ടവും മാനഹാനി ബാധ്യത ഒരു ഉപകാരമില്ല. ചുമ്മാ കയറി വണ്ടി അല്ല നെല്ലിക്ക ഉപ്പിലിട്ടത് എടുത്ത് കൊടുത്ത് വീട്ടിൽ ഇരുത്തിട്ട് തല വെച്ച് കൊടുത്തിട്ട്. അപ്പൊ നമുക്കിനി ചീയപ്പാറ ചെന്നിട്ട് കാണാം. ചീയപ്പാറ ചെന്നിട്ടല്ല കേട്ടോ, ഈ പോകുന്ന വഴിക്ക് അല്ല പോകുന്ന വഴിക്ക് വേറെ നല്ല സ്ഥലം ഉണ്ടല്ലോ കാട്ടില്, അവിടെ ഒന്ന് നിർത്തി തരണേ. ആനേ ഇതിനപ്പുറം അങ്ങോട്ട് വനോ, അതിനപ്പുറം അല്ല അപ്പുറവും വനമാണ്. അപ്പോൾ അവിടെ നിന്ന് ആന ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതേലെങ്ങാനും മുട്ടിയാൽ ഇവിടെ ഈ ലൈനിൽ നിന്ന് വേറൊരു കണക്ഷൻ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണ്ടല്ലേ അവിടെ ഒരു കോളാമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതേൽ അലാറം അടിക്കുമെന്നാണ് ജെയ്സൺ പറഞ്ഞത്. അപ്പം അലാറം അടിക്കുമ്പം ഫോറസ്റ്റുകാർക്കൊക്കെ മനസ്സിലാവില്ല ആന വന്നത്. അതാണ് സിസ്റ്റം. നമ്മൾ ചെയ്താലും കറണ്ട് പാസ് ചെയ്യുമായിരിക്കും, അപ്പോഴും അലാറം അടിക്കുമായിരിക്കും. അപ്പം അടിച്ചാൽ നമുക്ക് ടരി കിട്ടും. ഇഞ്ചത്തൊട്ടി കാണാനായിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിപ്പോയി അവർ കട്ടറിൽ പോയി ചാടി. ഇതൊരു അമ്പലത്തിൻ്റെ കവാടവും കൂടെ അവിടെ. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം. ഇത് മറ്റേ കൂവയോ മഞ്ഞളോ ഒക്കെയാന്ന് തോന്നുന്നു അല്ലേ? ഇത് വെച്ചിട്ടല്ലേ കൂവപ്പൊടി ഉണ്ടാക്കുന്നേ? കൂവയാണ്. ഒരെണ്ണം പറിച്ചു നോക്കട്ടെ, കൂവക്കിഴങ്ങുണ്ടോന്നേ. കൂവ ഇങ്ങനത്തെ ഇത് അരച്ചിട്ടേ. അതെ കേട്ടോ, ഇത് കൂവയാണ്. ഇത് പണ്ടൊക്കെ
കാട്ടിൽ നിന്ന് നമ്മുടെ അവിടെയൊക്കെ പറമ്പിലൊക്കെ അതേ കൂവയാണ്, നല്ല മണം കൂവക്കിഴങ്ങിൻ്റെ. കാട്ടിൽ നിന്ന് ഇത് പറിച്ചിട്ട് ഉരച്ച് ഇതിൻ്റെ പൊടിയാക്കും, മറ്റേ ചുരണ്ടി പൊടിയാക്കിയിട്ട് ആ പൊടി കലക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ 100 അടിയും വെള്ളത്തിൽ അടിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ഊറ്റി മാറ്റി വെള്ളം മാറ്റി വെച്ചിട്ട് അതിൻ്റെ അടിയിലടിയുന്ന 100 വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് കൂവപ്പൊടി നമ്മൾ മേടിക്കുന്നത്. കൂവപ്പൊടിക്ക് ഭയങ്കര വിലയാണ്. അത് കുറേ കരുതിന്, ദേഹത്ത് ചൂടുള്ളതിനും മൂത്രത്തിൽ പഴുപ്പിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നാണ് കൂവപ്പൊടി. അതുണ്ടാക്കുന്ന കൂവ എന്തേരം ഇവിടെ നിൽക്കുന്നത്, നമ്മുടെ എവിടെയൊക്കെ ഒന്നും കാണാനില്ലെന്ന് അമ്മച്ചി പറയുന്നതായിട്ട്. അങ്ങനെ ഇതാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇനി ഇതിനപ്പുറത്തൊരു വീടിൻ്റെ അവിടുത്തെ ഒരു സ്ഥലമുണ്ട്. ഒരു വീടിരിക്കുന്നതിൻ്റെ റോഡ് സൈഡ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അവിടെ നിർത്തി. പക്ഷെ അന്നേരത്തേന് അവർക്ക് ആരൊക്കെയോ ഗസ്റ്റ് റോഡിൽ വണ്ടിയൊക്കെ വന്നപ്പം നമുക്ക് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്ത് ഭംഗിയാണ് കാണാനെന്ന് ആ വീടിൻ്റെ ഫ്രണ്ട് വശം. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് കേട്ടോ. ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം. ആനയൊക്കെ പേടിച്ചിട്ട് അവർ എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആനയെ ചവിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചായിരിക്കും അവരെഴുന്നേൽക്കുന്നത്. പക്ഷെ എന്നാണേലും ഇവിടെയുള്ളവർക്കൊക്കെ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നല്ല സന്തോഷമായിട്ട് ഇരിക്കാം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ശരിക്കും അസൂയ തോന്നുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുക, അതൊക്കെ ഭയങ്കര ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പോയാലും അടുത്ത സ്ഥലം, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോവാം. ബാടാ ഹായ്, ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ വീടിൻ്റെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞത്. എന്നാ രസം ഇവിടെ കാണാനെന്നോ. എനിക്കത് കണ്ടിട്ടും മതിയാവുന്നില്ല. കണ്ടോ, നല്ല ഈ മനോരമയുടെയൊക്കെ ഈ കലണ്ടറിൽ ഈ പടങ്ങളുള്ള കലണ്ടർ ഉണ്ടല്ലോ, അതിൽ ഇങ്ങനത്തെ റോഡും അങ്ങനെ അനന്തതയിലോട്ട് കിടക്കുന്ന ഒരു റോഡും അതിൻ്റെ സൈഡിലൊരു വീടും നല്ല ഭംഗിയിൽ ഇങ്ങനെ പാറ കിടക്കുന്നതൊക്കെ നമ്മളിങ്ങനെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇതൊക്കെ നേരിട്ട് കാണാം. താഴോട്ടങ്ങ് നീളത്തിൽ പാറയാണ്, പക്ഷെ താഴെ കുറേ റബ്ബർ തോട്ടം ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഒരു പ്ലാവുണ്ട്. കൂടുതലും വട്ടമരമാണ് ഇതിനകത്ത് ഞങ്ങളുടെ വട്ട. പക്ഷെ കൂവ കൃഷിയൊന്നുമല്ല, അതൊക്കെ കാടായിട്ടുണ്ടായി നിൽക്കുന്നതാണ്. പക്ഷെ മൊത്തം കൂവയാണ്. ഇവിടെയൊക്കെ വന്ന് കൂവ പറിച്ചുകൊണ്ട് ഇവരൊക്കെ എന്നെ ഇനി അത് കൃഷിയാണോന്നും അറിയത്തില്ല കേട്ടോ. അവരുടെ പറമ്പിലെ, കാരണം അതൊരു പറമ്പല്ലേ, അവരുടെ പറമ്പല്ലേ അത്. അയ്യോ, ഇവിടെ വന്ന് കുറേ കൂവ പറിച്ചിട്ട് പോയിട്ട് ഉരയ്ക്കുകയാണെങ്കിൽ കൂവപ്പൊടി ഉണ്ടാക്കാം. കൂവപ്പൊടിക്ക് ഭയങ്കര വിലയാണ്. ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര മരുന്നും ആണ്. മൂത്രം ചുടിയിലിനും മൂത്രത്തിപ്പഴുപ്പിനൊക്കെ നല്ല മരുന്നാണ്. പണ്ട് അച്ചാച്ചനുള്ള സമയത്ത് അച്ചാച്ചൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പറിച്ചു കൊടുക്കും, അമ്മച്ചി അതൊക്കെ ചെയ്തു വെക്കും. അന്നൊക്കെ വീട്ടിൽ കൂവപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാ രസമാണെന്ന് നോക്കിയേ. ശരിക്കും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമായിരിക്കും, അവർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോഴേ ഭയങ്കര ഭംഗി തോന്നുന്നൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ ആ സ്ഥലവും കാണിച്ചേ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. ചെവിയിലും കയറി പോകാനും ഈ സൈഡും വഴി കയറി പോകാമായിരിക്കും ഇവിടെ. അത് നോക്ക്, ഞാൻ പറഞ്ഞില്ലേടാ അതിന്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്ക്. ഇതിലെയോ വഴിയുണ്ട്, കണ്ടോ ആൾക്കാർ കയറി നിൽക്കുന്നത്. ഈശോ, എന്ത് രസമല്ലേ.
കയറാം, പോകാം. പക്ഷെ ഇതിലേ അല്ല, അത് അപ്പുറത്തൂടെ വങ്ങാട് ചെന്നിട്ട് കയറി വരുന്ന വഴിയാ അത്. ആ പറക്കാം. ഇവിടെ ഒരു മരത്തിനേക്കാളൊക്കെ പൊക്കത്തിലാണ് വെള്ളച്ചാട്ടം. അതാ തുടങ്ങുന്ന സ്ഥലം എന്തായാലും പരന്നിട്ടൊരു സ്ഥലമായിരിക്കും. അവിടെ എന്തെങ്കിലും റിസോർട്ടോ വീടുകളോ എന്തെങ്കിലും കാണും. ചായയൊക്കെ ആയിരുന്നു. എല്ലാവരും വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കടയൊക്കെ അടച്ചു. സന്ധ്യയായില്ലേ? സന്ധ്യ ആയതുകൊണ്ട് കച്ചവടമൊക്കെ നിർത്തി അവർ പോവുകയാണ്. കുരങ്ങുണ്ടോ നോക്കാം. നീയോ? ഞാനോ കുരങ്ങ്? എന്നെ കണ്ടിട്ട് കുരങ്ങാന്ന് തോന്നിയോ? ഓ, കുറേ വണ്ടിയുണ്ട് കേട്ടോ. പക്ഷെ കച്ചവടക്കാരൊക്കെ കച്ചവടം നിർത്തി. ഐസ്ക്രീം ഉണ്ട്, വേണോ? ഇനി ഐസ്ക്രീം ഇന്ന് കഴിച്ചാൽ ഷുഗർ പിടിക്കും. എടാ ജെയ്സാ, അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? നോക്കാം, പോയാലോ. എവിടുന്നാണ് കയറുന്നതെന്ന് നോക്കിയാലോ. അതുണ്ടോ? അങ്ങ് മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട്. പൈനാപ്പിള് ഗൂഗിൾ പേ ഉണ്ടേ വാങ്ങിച്ചോ. കിട്ടുകയല്ല അല്ലേ? ഇവിടെ കയറി നമ്മൾ ഫോട്ടോ എടുത്തായിരുന്നു അന്ന്, കണ്ടോ? ഓർക്കുന്നുണ്ടോ നീ? ആഹാ, ഇവിടെയല്ലേ ജയ്സ? ഇവിടെ കയറുന്നല്ലേ അന്ന് ഫോട്ടോ എടുത്തേ? അതിന് താ എനിക്കൊരു കോൺഫിഡൻസ്. നല്ല സ്പീഡിലാണ് ഇവിടെ വണ്ടി പോകുന്നതല്ലേ? പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ആ പിന്നെ നല്ല രസമാണ്. ഇത് എതിലേ കയറും എന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. അന്ന് നമ്മൾ വന്നപ്പം ഇതുവഴി ആൾക്കാർ ഇവിടം വരെയൊക്കെ കയറുന്നുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ആ, നമ്മുടെ പുറകിൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നതാണ്. എനിക്ക് ബസ് വരുന്നു, പിങ്ക് ബസ്, ആലുവയ്ക്കുള്ള ബസ്സാണ്. സന്ധ്യാസമയമായതുകൊണ്ടുണ്ടല്ലോ ആൾ കുറഞ്ഞതാണ്. നേരത്തെ ഇതിലും ആളായിരുന്നു, ഭയങ്കര ആളായിരുന്നു. കുറേ വണ്ടികളൊക്കെ പോയി, കച്ചവടക്കാർ പോയി. ഇനിയിപ്പോൾ കച്ചവടക്കാരൊക്കെ നാളെ രാവിലെ. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഈ കമ്പിയുണ്ട്, കമ്പി നാട്ടി വെച്ചിട്ടുണ്ട്. അതുവഴി പിടിച്ച് പോകായിരുന്നു. അവിടം വരെ കയറാൻ തോന്നുന്നു. ആ വെള്ളത്തിനടിയിൽ പോയി അന്ന് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം പോകാൻ പാടില്ലായിരിക്കും. ഇപ്പം വേലി കെട്ടി അടച്ചു. ആൾക്കാരുടെ ഒരുപാട് പേരുടെ വരവ് എണ്ണവും കൂടുന്നതനുസരിച്ചിട്ട് റെസ്ട്രിക്ഷൻസ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്താണേലും ഇതിൻ്റെ മുകളിലൊന്ന് കയറിപ്പോയാൽ വലിയ കാര്യം. വന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഒരു പൈനാപ്പിളും കഴിച്ച് വെള്ളച്ചാട്ടം കണ്ടിരിക്കാൻ ഭയങ്കര സുഖം. നല്ല എരിവുള്ള മുളക് പൊടി വെച്ചിരുന്നു. എരിവല്ല, ഉപ്പുള്ള മുളക് പൊടി. ആ വെള്ളച്ചാട്ടം ഇതിലെ വന്ന് നമ്മൾ ഇരിക്കുന്നതിന് അടിയിൽ കൂടിയാണ് പോകുന്നത്. കണ്ടോ പോകുന്നത്? പക്ഷെ അവിടെ എല്ലാം വേസ്റ്റാണ്. അപ്പടി എരിവ് കൂടുതലുള്ളത് അതെ പിടിക്കാതെ. അവധി ദിവസം ആയതുകൊണ്ടേ ഭയങ്കര തിരക്കാണ്. പക്ഷെ വലിയ ചൂടൊന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഒന്ന് ഇവിടെ ഇരിക്കാൻ നല്ല സുഖം. അവിടെ കണ്ടോ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ടോ ജേസ? ഇത് കഴിച്ചേ എവിടെ എന്നതാ? നിറയെ വേസ്റ്റാണ് കേട്ടോ ഇവിടെ. മനുഷ്യൻ എവിടെ പോയാലും പ്ലാസ്റ്റിക്കും കുപ്പിയും പാട്ടയും കച്ചറ മുഴുവൻ വഴിയിലിട്ടിട്ട് പോകും.
ഗ്ലാസ് കൊണ്ട് അവിടെ വേസ്റ്റ് ഇടുന്ന പാത്രം ഉണ്ട്, അതിനകത്തേ കൊണ്ടിടാവുള്ളൂ കേട്ടോ. ഇപ്പം കൈ പിടിച്ചു, കാറിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ കൊണ്ടിട്ടാണ്. ഇത് അടിമാലി ടൗണിൻ്റെ പരിധി വരുന്ന കേട്ടോ. അയ്യോ, ആ മോൻ്റെ അങ്ങോട്ടൊന്ന് കാണിച്ച് എടുത്ത്. അമ്മേ വേറെന്തെങ്കിലും കിട്ടുമോ? എന്നാ വാ നശിച്ചു. അമ്മേ ഐ ഇപ്പൊ മേളിൽ ഒരു കല്ലിടുണ്ടോ, നമ്മളെന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, കാക്കി കല്ല് ചെയ്തോളൂ. സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് ആൾക്കാർ പോയി 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 തുടങ്ങി. നമ്മളും പതുക്കെ പോകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ചന്ദ്രനിൽ നിന്ന് ഇറങ്ങിയ പോലെ ഒരാൾ ഹെൽമെറ്റും അതിനകത്ത് മുഴുവൻ തലയിൽ ഉറയൊക്കെ. എനിക്ക് അതിൻ്റെ മുകളിൽ കയറുന്ന കാര്യം ഞാൻ ഇവിടെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാടാ ജെയ്സൺ പറഞ്ഞില്ലേ അവിടെ നിന്ന് പോരുമ്പോൾ. ജെയ്സൺ എന്നാ പറഞ്ഞേ? 2-3 തുള്ളി ഇറ്റിറ്റ് വീഴുന്നത് കാണാൻ എന്തിനു പോകുന്നു? അവിടെ വെള്ളച്ചാട്ടം ഒന്നും കാണത്തില്ലെന്ന്. ജഗന്നിവാസ ജോജി ഭയങ്കര പ്രൈവറ്റ് ബസ്സിൻ്റെ ആരാധകനാണ് ജോജി. ഏത് ബസ് പോയാലും ജോജി ചാടി അതിൻ്റെ പുറകെ നോക്കും. ഇവിടുന്ന് ബസ്സേ കയറ്റി വിടുന്നത്, ഞങ്ങൾ കോതമംഗലത്ത് നിൽക്കാം, എന്നിട്ട് ബസ്സിന് കയറി വരാമല്ലോ എന്നാ പറയുന്നത്. ഇവിടെ പക്ഷേ ബസ്സിന് സ്റ്റോപ്പല്ലെന്ന് തോന്നുന്നു. എന്താ നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിരുന്ന് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്ത് മാറി അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആലപ്പുഴ വന്നിരുന്ന് കണ്ടു. ഇപ്പം ഇത്ര അകലെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. താഴെ ഇറങ്ങുന്നുണ്ടത്, താഴെ ഇറങ്ങി നിന്ന് കണ്ട. ഇവിടെ നിന്ന് കണ്ടിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്നു വെള്ളച്ചാട്ടം. ആൾക്കാർക്കൊന്നും ഇത്രയും സന്ധ്യ ആയാലും പോകാനൊന്നും തോന്നുന്നില്ല. നമ്മൾ കണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരണം, എന്തെങ്കിലും ഒരു കമൻറ്റ് തരണം. നല്ലൊരു മരമല്ലേ, എന്തെങ്കിലും കമൻ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.